ഈ റോഡിലൂടെ ബസ്സിൽ, കാറിൽ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ പോകുന്നത് പോലെ തന്നെ ഒരു ടൗണിലെ മൊത്തം ആൾക്കാരും ബോട്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് വാട്ടർ ട്രാൻസ്പോർട്ട് മാത്രം യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നത്. അതെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം വെനീസിലെ കുറച്ച് കാഴ്ചകളാണ്. സത്യം പറഞ്ഞാൽ വെനീസിൽ എത്തുന്നതിന് മുമ്പ് വരെ എൻ്റെ മനസ്സിൽ കുറച്ച് ഫോട്ടോസും അല്ലെങ്കിൽ കുറച്ച് ബോട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലൂടെയുള്ള യാത്ര, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയുള്ള ആളുകൾ എല്ലാറ്റിനും, ഓരോ ആവശ്യങ്ങൾക്കും എല്ലാറ്റിനും ഇപ്പോൾ ബോട്ടാണ്. ബോട്ട് അല്ലെങ്കിൽ വാട്ടർ ബസ്, നമ്മുടെ നാട്ടിലുള്ള ബസ് പോലെ തന്നെ ഈ കാണുന്നതാണ് വാട്ടർ ബസ്. അതായത് ഈ വെനീസ് നഗരം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കുറച്ച് ഐലൻഡൊക്കെ കൂടി കണക്ട് ചെയ്ത്, അതായത് കടലിൻ്റെ അടിയിൽ മരക്കഷ്ണങ്ങളൊക്കെ താഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ ബിൽഡിംഗ് വെച്ചിട്ടാണ് ഈ വെനീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ആവശ്യങ്ങൾ മുതൽ വലിയ ആവശ്യങ്ങൾക്ക് വരെ ഇവർ വാട്ടർ ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു JCB വന്ന് നമ്മുടെ ലാൻഡിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ JCBനെ എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കുക? ബോട്ടിൽ. അതുപോലെ തന്നെ ഒരു പോലീസ് വരണമെങ്കിൽ, ഒരു ആംബുലൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫയർഫോഴ്സ് ആണെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാട്ടറിലൂടെയാണ് പോകുന്നത് ഓരോ ഭാഗത്തേക്ക്. രാവിലെ തന്നെ എല്ലാവരും ജോലിക്ക് പോകുന്നത് തന്നെ വാട്ടർ ബസ്സിലാണ്. നമുക്കിപ്പോൾ ഓരോ ബസ് സ്റ്റോപ്പ് പോലെ തന്നെ ഓരോ വെള്ളത്തിൻ്റെ കരയിലും ഓരോ സ്റ്റോപ്പ് ഉണ്ട് ഈ വാട്ടർ ബസ്സിന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബസ് പാസ് എടുക്കുന്ന പോലെ തന്നെ മന്ത്ലി പാസ്സൊക്കെ ഉണ്ട് വാട്ടർ ബസ്സിന്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വെനീസിൽ കാണാനുള്ളത് ഒന്ന് സെൻറ്റ് മാർക്ക് സ്ക്വയർ. അവിടെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഡെയിലി വന്നു പോകുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് കുറേ ഐലൻഡ് ഉണ്ട് കാണാൻ വേണ്ടി. മുറാനോ, ബുറാനോ, അങ്ങനെ ഒരുപാട് ഐലൻഡ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വാട്ടർ ബസ് എത്തി നിൽക്കുന്നത് സെൻറ്റ് മാർക്ക് സ്ക്വയർ പോകാനുള്ള അതിനടുത്തുള്ള ബസ് സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് സെൻറ്റ് മാർക്ക് സ്ക്വയർ കാണണം. സെൻറ്റ് മാർക്ക് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് ഇവിടെ ലോകത്തിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ക്വയറാണ്. കാരണം ഇതിനെ നെപ്പോളിയനോ മറ്റോ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്വീകരണ മുറി എന്നുള്ള രീതിയിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നത്. ശരിക്കും ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വലിയൊരു സ്ഥലം. ഇതിവിടെ മ്യൂസിയം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. കണ്ടത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വലിയൊരു സ്ക്വയറാണ്. പിന്നെ മാത്രമല്ല ഈ മ്യൂസിയം അങ്ങനെയുള്ള സംഭവങ്ങൾ, ബിൽഡിംഗ്, ആർക്കിടെക്ചർ ഇങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ സ്ഥലം. പിന്നെ ഇവിടെ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പോക്കറ്റ് ഇടയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതൊന്നും അല്ല കേട്ടോ, ഈ ഏരിയയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ കടലിൻ്റെ കരയുണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നേരിട്ട് കാണുമ്പോൾ. ഇതിപ്പോൾ ഫോട്ടോയിൽ അത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന്. ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മുറാനോ ഐലൻഡിലോട്ടാണ്. മുറാനോ, ബുറാനോ, 2 ഐലൻഡിലോട്ടും പോകുന്നുണ്ട്. ഈ മുറാനോ ഐലൻഡ് എങ്ങനെയാണ് ഫേമസ് എന്ന് വെച്ചാൽ ലോകപ്രശസ്തമായ മുറാനോ ഗ്ലാസസ് ഉണ്ടാക്കുന്നത് ഈ ഐലൻഡ് വെച്ചാണ്. ഇപ്പോൾ നമ്മുടെ വാട്ടർ ബസ് മുറാനോ ഐലൻഡിലോട്ട് അടുപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടത്തേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മുറാനോ ഗ്ലാസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ എത്തിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് മുറാനോ ഗ്ലാസ് ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ആണെന്നും ഈ മുറാനോ ഐലൻഡ് ഗ്ലാസ് മേക്കിങ്ങിൽ ഫേമസ് ആണെന്നൊക്കെ. ഞാനിപ്പോൾ എങ്ങനെയാണ് വാട്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് കാണിച്ചത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വാട്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങുക. ഏകദേശം ഈ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാവുക ബസ് സ്റ്റേഷനൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അപ്പർ സൈഡിലോട്ട് ഇവിടെ ഓൾറെഡി വിസിറ്റ് ചെയ്തവർ വാട്ടർ ബസ്സിലോട്ട് കയറുന്നുണ്ട്. കാരണം ഞാനിതിൻ്റെ ക്യൂ കാണിക്കാം, അവർ നിൽക്കുന്നുണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് വാട്ടർ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുന്നവരുടെ ക്യൂ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പോവുകയാണ്. കാരണം നമുക്കിപ്പോൾ ഗ്ലാസ് മേക്കിങ് നോക്കാനുണ്ട്, പിന്നെ കുറേ ഷോപ്പിലൊക്കെ കയറാനുണ്ട്. ഇതുണ്ടല്ലോ പഴയ ഐലൻഡാണ്. കാരണം പണ്ട് ഈ വെനീസിലെന്തോ ഫയറൊക്കെ ഉണ്ടാവും എന്നുള്ള ഇതിൽ അവിടെയുള്ള എല്ലാ ഗ്ലാസ് മേക്കിങ്ങും ഈ ഐലൻഡിലോട്ട് മാറ്റിയതാണ്. ഇതൊക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ, അതായത് ഈ മുറാനോ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഷോ പീസസ് ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഏകദേശം ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ ഡയമെൻഷനിലുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ മാല, അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ കുറേ ഷോക്കേസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞൊരു മാർക്കറ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മൊത്തം ഈ ഐലൻഡ് മൊത്തമായിട്ട് ഈ മുറാനോ ഇതിൻ്റെ തന്നെ ഷോപ്പാണ് ഉള്ളത്. പിന്നെ മാത്രമല്ല നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന മുത്തുമാല വരെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചിലപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന വെറും പ്ലാസ്റ്റിക്കിൻ്റെ മുത്തായിരിക്കും, ഇവിടെ കിട്ടുന്ന ഒറിജിനൽ മുറാനോ ഗ്ലാസിൻ്റെ ആണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ബുറാനോ ഐലൻഡിലോട്ടാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മുറാനോ ഗ്ലാസ് ആണെങ്കിൽ ബുറാനോ എന്ന് പറയുന്നത് ഈ ത്രെഡ് ഉണ്ടല്ലോ, നൂലൊക്കെ ഉണ്ടാക്കുന്ന അതിന് ഫേമസ് ആണ് ഈ ബുറാനോ ഐലൻഡ്. അവിടത്തോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളും അടിപൊളിയാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഈ ബുറാനോ ഐലൻഡിൽ പോയാൽ ഒരുപാട് ഡ്രസ്സുകൾ കാണാം. ഡ്രസ്സ് മീൻസ് ഓവർ കോട്ട് അല്ലെങ്കിൽ ടേബിൾ മാറ്റ്, അതൊക്കെ ഈ ത്രെഡ് കൊണ്ട് പല ഡിസൈനിൽ ഉണ്ടാക്കിയ ടൈപ്പുള്ള. അത് മാത്രമല്ല ബുറാനോ ഐലൻഡിൽ, ഇപ്പോൾ ഇതാണ് ബുറാനോ ഐലൻഡ്, ഇവിടെയുള്ള ഓരോ വീടുകളും വ്യത്യസ്തമായ കളർ കൊടുത്ത് ഭയങ്കര ഡിസൈനാക്കി വെച്ചിട്ടുണ്ട് ഇവർ. പിന്നെ മാത്രമല്ല ഈ വെള്ളത്തിൻ്റെ വ്യൂവും പിന്നെ കടലിലോട്ടുള്ള ടച്ചൊക്കെ ഇവിടെ നേരെ കറക്റ്റ് കാണാൻ പറ്റുക. ഇതൊക്കെ ഒരു ഐലൻഡാണെങ്കിൽ കൂടി ഇതിന് ഇടയിലൂടെ കൂടി വെള്ളം പാസ് ചെയ്യുന്നുണ്ട്, കടൽ വെള്ളം. ശരിക്കും പറഞ്ഞാൽ കടലിലെ വെള്ളത്തിൻ്റെ അത്രയും ഉപ്പ് ഇവിടെ ഉണ്ടാവില്ല, അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ പല ഡ്രസ്സ് ഐറ്റംസ് അല്ലെങ്കിൽ ടേബിൾ മാറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഈ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റാണ് മെറ്റീരിയൽ. നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അത്രയ്ക്ക് കംഫർട്ടുമായിരിക്കും നമുക്കിത് യൂസ് ചെയ്താൽ. അങ്ങനെയുള്ളൊരു ഫീൽ ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും.
പിന്നെ ഇതൊക്കെ വാങ്ങാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നെറ്റൊക്കെ നമ്മൾ ചിലപ്പോൾ ചെറിയൊരു വാഷിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. പക്ഷേ എന്നാലും നേരെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര വർത്തായിട്ടുള്ള പീസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബുറാനോ ഐലൻഡിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഈ ഡ്രസ്സുകളും പിന്നെ ഇതുകൂടാതെ ഈ കളർഫുൾ ബിൽഡിങ്സും തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ തിരിച്ച് വെനീസിലോട്ട് തന്നെ പോവുകയാണ്. പിന്നെ വെനീസിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട്. ഇതുപോലെയുള്ള ഓരോ ബ്രിഡ്ജസ് ക്രോസ് ചെയ്ത് വേണം നമ്മൾ ഓരോ വീട്ടിലോട്ട് എത്താൻ വേണ്ടി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ സൂം ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും എത്രമാത്രം ബ്രിഡ്ജസ് ആണ് ഇവിടെ ഉള്ളതെന്ന്. പിന്നെ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ഏകദേശം ഒരു ഏപ്രിൽ മെയ് ആ സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കാലും മൊത്തമായിട്ട് നനയും, കാരണം വെള്ളമൊക്കെ ഒന്ന് ഓവർഫ്ലോ ആയി മുകളിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല റൂം എടുക്കുമ്പോഴും കുറച്ച് ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ എടുത്താൽ അത് നമുക്ക് കംഫർട്ടായിരിക്കും പോകാനും വരാനും ഒക്കെ. അല്ലാതെ അകത്തോട്ടൊക്കെ എടുത്താൽ നമുക്ക് ചിലപ്പോൾ വാട്ടർ ബസ്സിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ടാക്സി എടുക്കേണ്ടി വരും. അത് കുറച്ചുകൂടി പൈസ ചിലവ് കൂടുതലുള്ള സംഭവമാണ്. എന്തായാലും ഇവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ നല്ല രസമാണ്, ഇങ്ങനെ വാട്ടറിലൂടെ വാട്ടർ ബസ്സിലും വാട്ടർ ടാക്സിയിലൊക്കെ ആയി പോകുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.